Good evening students. Welcome to a lecture series of quantum mechanics. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ കുറിച്ചായിരുന്നു. പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാണ് നമ്മൾ ചെയ്തത്. ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 വിച്ച് ഇസ് ദ പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടനിറ്റി. Position momentum uncertainty. In this video, we are going to discuss the energy time uncertainty relation, which is represented as delta E delta T greater than or equal to h cross by 2. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ പൊസിഷനും മൊമെൻറ്റവും പോലെ തന്നെ എനർജിയും ടൈമും ഒരു സൈമിൾട്ടേനിയസ് മെഷർമെൻറ്റ് പോസിബിൾ അല്ല എന്ന് പറയും. ക്വാണ്ടം മെക്കാനിക്സിൽ അത്തരത്തിലുള്ള ഇതിനെ നമ്മൾ പറയുന്നത് കമ്മ്യൂട്ട് ചെയ്യാത്ത ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് ഒരു PG ലെവലിലാണ് അത്തരത്തിലുള്ള റിലേഷൻസ് നമുക്ക് ഒരു ജനറൽ അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പിൻ്റെയൊക്കെ എക്സ്പ്രഷൻ രണ്ട് ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. അതൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. എങ്കിലും ഒരു പൊസിഷനും മൊമെൻറ്റവും എന്ന് പറയുന്നത് പൊസിഷനും അതിൻ്റെ കോൺജുഗേറ്റ് മൊമെൻറ്റവും ഒരു അതിൻ്റെ അൺസർട്ടനിറ്റി റിലേഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് which will be always greater than or equal to h cross by 2. That means it is impossible to determine both position and momentum accurately with an absolute degree of accuracy for a subatomic particle. In a similar manner, it is impossible to determine both energy and time accurately with an absolute degree of accuracy. Okay. അപ്പോൾ അത് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ റിലേഷനെ തന്നെ നമ്മൾ പല രൂപത്തിൽ എഴുതാറുണ്ട്. ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് എന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്. ഈ രൂപത്തിൽ മൂന്ന് രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ എച്ചും എച്ച് ക്രോസും തമ്മിലുള്ള വേരിയേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് എത്രത്തോളം കാര്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനില്ല. കാരണം രണ്ടും 10⁻⁻34 ഓർഡറിലാണ് വരും. ഓക്കെ, ഇവിടെ ഡെൽറ്റ ഇ ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 അത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഡിവൈസോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിൽ നിന്നോ വരുന്ന എനർജി നമ്മൾ മെഷർ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. എനർജി എപ്പോഴും എനർജി എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഫോമിലായിരിക്കും എനർജി ഉണ്ടാവുക. സപ്പോസ് we measure energy of a system during a time interval delta t. During an time interval delta t. delta t സമയം കൊണ്ടാണ് നമ്മൾ ഒരു എനർജി മെഷർ ചെയ്യുന്നത്. If we imagine the energy as in the form of electromagnetic waves, if we imagine energy in the form of electromagnetic waves, then the measurement of energy can be done. The measurement of energy can be done by measuring its frequency. By measuring the frequency. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഫോമിലാണ് എനർജി വെച്ചാൽ E is equal to h nu എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആക്ച്വലി ന്യൂ ആണ് മെഷർ ചെയ്യുക. ന്യൂ മെഷർ ചെയ്ത് എച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എനർജി കിട്ടും. എനർജി മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പലപ്പോഴും നമ്മൾ അതിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് എനർജി വരുന്നതെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുക ഫ്രീക്വൻസി ന്യൂ ആണ്. ഫ്രീക്വൻസി ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ന്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പെർ സെക്കൻഡ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡെൽറ്റ ടി ടൈം ഇൻ്റർവൽ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേവ്സ് വി മെഷേർഡ് ഇൻ delta t time interval divided by time interval.
സോ ദിസ് വിൽ ബി ദ നമ്പർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പെർ സെക്കൻഡ് വരും. ഒരു ടൈം ഇൻ്റർവെല്ലിൽ എത്ര വേവ്സ് ഉണ്ടെന്ന് നമ്മൾ മെഷർ ചെയ്യുക. ആ വേവ്സുകളുടെ എണ്ണം മെഷർ ചെയ്തിട്ട് ആ വേവ്സുകളുടെ എണ്ണത്തിനെ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. ഒരു ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടി ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ ടൈം മെഷർമെൻറ്റിൻ്റെ അൺസർട്ടൻറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ടി ഈസ് ദ ഡെൽറ്റ ടി അവിടെ വെക്കട്ടെ, നമുക്ക് ഇ എന്ന് പറയുന്നത് എച്ച് ന്യൂ എന്ന് എഴുതാം. സോ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എച്ച് ഡെൽറ്റ ന്യൂ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. മിനിമം അൺസർട്ടൻറ്റി ഇൻ ന്യൂ എത്ര വരും? ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ് ആണ്. അപ്പൊ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ വേവ് എങ്കിലും ഒരു സിംഗിൾ വേവ് ആയിരിക്കും അൺസർട്ടൻറ്റി ഇൻ നമ്പർ ഓഫ് വേവ്സ്. ഒരു നമ്പർ ഓഫ് വേവ്സ് മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അൺസർട്ടൻറ്റി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം നമുക്ക് എന്താ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? ഒരു സിംഗിൾ വേവ് ആണ്. സിംഗിൾ വേവ് ആണ് നമ്പർ ഓഫ് വേവ്സ് കൗണ്ട് ചെയ്യുന്നതിനുള്ള അൺസർട്ടൻറ്റി എങ്കിൽ ഡെൽറ്റ ന്യൂ ക്യാൻ ബി റിട്ടൺ ആസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/Δt. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ന്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ് ആണ്. ന്യൂവിൻ്റെ അൺസർട്ടൻറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേവ്സിൻ്റെ അൺസർട്ടൻറ്റി എന്ന് പറയാം. നമ്പർ ഓഫ് വേവ്സിൻ്റെ മിനിമം അൺസർട്ടൻറ്റി എന്ന് പറഞ്ഞാൽ സിംഗിൾ വേവ് എന്ന് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഒരു സിംഗിൾ വേവ് എങ്കിലും മെഷർമെൻറ്റിൽ ഉണ്ടാകുന്ന അൺസർട്ടൻറ്റി നമുക്ക് അതിലും കുറച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സിംഗിൾ വേവിൻ്റെ അൺസർട്ടൻറ്റി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺസർട്ടൻറ്റി ഇൻ ഫ്രീക്വൻസി വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1/Δt. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി ആണ്. ഓക്കെ, സോ ഡെൽറ്റ ന്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. സോ ഡെൽറ്റ ഇ ബൈ എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/Δt. സോ ഡെൽറ്റ ടി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്, വിച്ച് ഈസ് ദ അൺസർട്ടൻറ്റി റിലേഷൻ. അതിനെ കുറച്ചും കൂടിയും പ്രിസൈസ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനിൽ എഴുതുമ്പോൾ ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 എന്ന് എഴുതി. അപ്പോൾ നമ്മളിവിടെ ചെയ്ത് അൺസർട്ടൻറ്റി ഇൻ എനർജി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം അസ്യൂം ചെയ്തത് എന്താ? അൺസർട്ടൻറ്റി ഇൻ ഫ്രീക്വൻസി മെഷർ ചെയ്തു. അൺസർട്ടൻറ്റി ഫ്രീക്വൻസി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി ആണ് കൺസിഡർ ചെയ്യണമെങ്കിൽ മിനിമം അൺസർട്ടൻറ്റി എന്ന് പറയുന്നത് 1/Δt വരും. നമ്പർ ഓഫ് വേവ്സ് ദാറ്റ് uncertainty in the counting of number of waves will be at least 1. ഒരു സിംഗിൾ വേവിൻ്റെ അൺസർട്ടൻറ്റി ഉണ്ടെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. സോ ഡെൽറ്റ ന്യൂ വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/Δt. സോ ഡെൽറ്റ ന്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ബൈ എച്ച് എന്ന് കൊടുക്കാം. ഡെൽറ്റ ഇ എന്ന് പറയുന്നത് അൺസർട്ടൻറ്റി ഇൻ എനർജിയാണ്. സോ ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്. സോ ഡെൽറ്റ ഇ ഈസ് ദ അൺസർട്ടൻറ്റി ഇൻ എനർജി ആൻഡ് ഡെൽറ്റ ടി ഈസ് ദ അൺസർട്ടൻറ്റി ഇൻ ദ ടൈം ഇൻ്റർവൽ. ഓക്കെ, ഇതാണ് എനർജി ടൈം അൺസർട്ടൻറ്റി റിലേഷൻഷിപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രധാനപ്പെട്ട ഒരു. അപ്പോൾ നമ്മൾ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ എന്താണെന്നും ഡിസ്കസ് ചെയ്തു. അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻസ് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രധാനമായും എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനുള്ളിൽ എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൻ്റെ ബേസിക് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. എനർജി ടൈം അൺസർട്ടൻറ്റി റിലേഷൻഷിപ്പും പൊസിഷൻ മൊമെന്റം അൺസർട്ടൻറ്റി റിലേഷൻഷിപ്പും നമ്മൾ ഡിസ്കസ് ചെയ്തു. മറ്റൊരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ എൽ ഡെൽറ്റ തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2. ഡെൽറ്റ എൽ ഈസ് അൺസർട്ടൻറ്റി ഇൻ ആംഗുലർ മൊമെന്റം and delta theta is uncertainty in angular displacement or angular position. Okay, ഇതും
വളരെ പ്രധാനപ്പെട്ട റിലേഷനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 3 അൺസർട്ടൻറ്റി റിലേഷൻസ് ഡിസ്കസ് ചെയ്തു. അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൻ്റെ ഒരു അപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സൈസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. ഡിറ്റർമിനേഷൻ ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി and size of the hydrogen atom and size of hydrogen atom using uncertainty principle. Uncertainty principle. നമുക്കറിയാം ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ന്യൂക്ലിയസ് പ്ലസ് ഇ, ഒരു ഇലക്ട്രോൺ മൈനസ് ഇ തമ്മിൽ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആർ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സർക്കുലർ ഓർബിറ്റ് ആണ്. ഓക്കെ, നമുക്ക് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൽ നിന്ന് നമുക്കറിയാം ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 എന്ന് പറയും. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അൺസർട്ടൻറ്റി ഇൻ പൊസിഷൻ. ലെറ്റ് us take this as A. Okay. അൺസർട്ടൻറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു ആറ്റം എന്താ പറയുക ഹൈഡ്രജൻ ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം ആർ എന്നുള്ള സിമ്പിളിന് പകരം എ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിക്കാം. അതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. എ എന്ന് പറയുന്ന സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ പാർട്ടിക്കിളിനെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിൻ്റെ അൺസർട്ടൻറ്റി എന്ന് പറയുന്നത് ഈ റേഡിയസിനെ അതായത് ഇതിനെ ഈ റീജിയനിൽ എവിടെ വേണമെങ്കിലും ഇലക്ട്രോണിനെ കാണാം എന്നുള്ളൊരു അസംഷനിൽ അൺസർട്ടൻറ്റി എന്ന് പറയുന്നതും അതിൻ്റെ റേഡിയസിൻ്റെ ഓർഡറിലായിരിക്കും എന്നുള്ള അസംഷനിൽ നമ്മൾ എ എന്നെടുത്തു. ഓക്കെ, ആൻഡ് ദ ഹാമിൽട്ടോണിയൻ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഈസ് ടി പ്ലസ് വി. ഓക്കെ, ആൻഡ് ടി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. So and v is equal to minus e square divided by 4 pi epsilon naught a. ഇതറിയാവുന്നതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ്. പ്ലസ് ഇയും മൈനസ് ഇയും സെപ്പറേറ്റ് ബൈ എ ഡിസ്റ്റൻസ് എ ആണെങ്കിൽ മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4 pi epsilon naught a എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡെൽറ്റ ടി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m എന്ന് എഴുതാം. ആൻഡ് ഡെൽറ്റ വി എന്ന് പറയുന്നത് മൈനസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 pi epsilon naught a തന്നെ വരും. കാരണം ഈ എ എന്ന് പറയുന്നതാണ് അൺസർട്ടൻറ്റി ഇൻ പൊസിഷൻ. ഈ റീജിയനിൽ എവിടെ വേണമെങ്കിലും പാർട്ടിക്കിളിനെ കാണാം എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ എടുത്തേണ്ടത്. സോ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4 pi epsilon naught a. ഓക്കെ, സോ ഡെൽറ്റ പി ഡെൽറ്റ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 ആണ്. ഡെൽറ്റ പി ഡെൽറ്റ എക്സിന് പകരം എ എന്ന് കൊടുക്കാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2. സോ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ 2a. നമുക്ക് ഒരു ഫോർ കൺവീനിയൻസിന് നമുക്ക് ഈ എച്ച് ക്രോസ് ബൈ 2 എന്നുള്ളതിന് പകരം എച്ച് ക്രോസിനെ കൊടുക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി എച്ച് ക്രോസ് ബൈ എന്ന് എ എന്ന് എഴുതാം. ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ എ. ഈ 2നെ നമ്മൾ അത്രയും പ്രിസൈസ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. 2നെ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഡെൽറ്റ പി ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് എന്ന് എഴുതാം. അപ്പോൾ ഡെൽറ്റ പി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ എ കിട്ടും. ഓക്കെ, സോ ഡെൽറ്റ ടി വിൽ ബി ഡെൽറ്റ പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ആണ്. So h cross square divided by 2m a square വരും.
Okay, and delta V is equal to minus E square divided by 4 pi epsilon naught A. So therefore delta E will be h cross square divided by 2m A square plus minus E square divided by 4 pi epsilon naught A. Delta E is the uncertainty in energy. So delta E will be can be written as delta T plus delta V. അപ്പോൾ ഇത് കിട്ടി. ക്ലിയർ? സോ അത് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഡെൽറ്റ പി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഡെൽറ്റ പി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ എ എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2m A സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4 pi epsilon naught A. ഇക്വേഷൻ നമ്പർ എ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഡെൽറ്റ ഇ എന്ന് പറയുന്നത് മിനിമം ആണെന്ന് വിചാരിക്കാം. ഡെൽറ്റ ഇ എപ്പോഴാണ് മിനിമം ആവുക? ഇവിടെ നമ്മൾ വേരിയബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാണ്? എ ആണ്. Delta E will be minimum when its first derivative is 0. That means when d by dA of delta E is equal to 0. Delta E will be minimum. d by dA അപ്പോൾ നമ്മൾ d by dA into ഡെൽറ്റ ഇക്ക് പകരം എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m A സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് എ എന്ന് കൊടുത്തു. ഞാൻ ആ എനെ A0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. വെൻ ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു ഈസ് മിനിമം. ഡെൽറ്റ ഇ മിനിമം ആകുമ്പോൾ എനെ ഞാൻ A0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് നമുക്ക് അറ്റ് എ ഇസ് ഈക്വൽ ടു A0 എന്ന് കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. So h cross square divided by 2m into 1 by a square into minus 2 a raised to minus 3 minus e square divided by 4 pi epsilon naught into minus 1 by a square is equal at a is equal to a0 is equal to 0. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് minus h cross square divided by m a cube plus e square divided by 4 pi epsilon naught a square. ഇതിൽ a0 cube a0 square എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is equal to 0. So the result will be, ഇത് rearrange ചെയ്താൽ, if you rearrange this, a0 will be 4 pi epsilon naught h cross square divided by m e square, which is the Bohr radius. Minimum radius. ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഇതിൽ ഫോറിനും പൈക്കും എപ്സിലോൺ നോട്ടിനും എച്ച് ക്രോസ് സ്ക്വയറും എമ്മും ഇ സ്ക്വയർ ഒക്കെ നമുക്കറിയാം. എം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആയ കാരണം 9.1 into 10 raised to minus 31 ആണ്. ഇ എന്ന് പറയുന്നത് 1.6 into 10 raised to minus 19 ആണ്. എച്ച് ക്രോസിൻ്റെ വാല്യൂ 1.5 into 10 raised to minus 34 ആണ്. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് A0. A0 is equal to the same value that we have obtained from Bohr energy, Bohr theory. A0 is equal to 5.3 into 10 raised to minus 11 meter എന്ന് നമുക്ക് കിട്ടും. We can prove that. അപ്പോൾ നമ്മൾ സൈസ് ഓഫ് ദ ആറ്റം, മിനിമം സൈസ് ഓഫ് ദ ആറ്റം, നമ്മൾ ഹൈഡ്രജൻ ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള മിനിമം ഡിസ്റ്റൻസ് ആണിത്. മിനിമം അൺസർട്ടൻറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് ആ അൺസർട്ടൻറ്റിയുടെ ഓർഡറിൽ തന്നെയായിരിക്കും A0 ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയുടെ ഓർഡർ എന്ന് നമുക്ക് റിലീസ് ചെയ്യാം. അതായത് അൺസർട്ടൻറ്റി ഇൻ പൊസിഷൻ will be of the order of
Bohr radius when atom is in ground state. Okay. നമുക്ക് ഡെൽറ്റ ഇയുടെ എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m a0 സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് a0. അതിൽ a0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a0ന്റെ വാല്യൂ 4 പൈ എപ്സിലോൺ നോട്ട് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എം ഇ സ്ക്വയർ എന്നാണ് വരിക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്താൽ യു വിൽ ഗെറ്റ് ആസ് മൈനസ് എം ഇ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 പൈ എപ്സിലോൺ നോട്ട് ഹോൾ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ. That will be equal to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് നമുക്ക് മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കാൻ പറ്റും. ഈ മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയാണ്. This is the minimum uncertainty, delta E minimum, which so uncertainty is of the order of minimum uncertainty is of the order of minus 13.6. നമ്മളിവിടെ ഒരു അസംഷൻ എടുക്കുകയാണ്. എനർജി അൺസർട്ടനിറ്റിയുടെ മിനിമം എനർജി അൺസർട്ടനിറ്റി തന്നെയായിരിക്കും ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയുടെ ആ ഓർഡറിൽ തന്നെയായിരിക്കും എന്ന് അസ്യൂം ചെയ്താൽ നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ബോർ തിയറി പ്രകാരം ഇ എൻ is equal to മൈനസ് 13.6 ഡിവൈഡ് ബൈ എൻ സ്ക്വയർ ഇലക്ട്രോൺ വോൾട്ട് എന്ന് അറിയാം. n is equal to 1 കൊടുക്കുമ്പോൾ E1 is equal to minus 13.6 electron volt, which is the ground state energy. So, നമ്മളുടെ minimum uncertainty എന്ന് പറയുന്നത് minimum uncertainty in energy is of the order of Bohr energy. ഇതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ച അസംഷൻ. അതേപോലെ തന്നെ minimum uncertainty in position is of the order of Bohr radius. Minimum radius എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ എനർജി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, then we can discuss ground state energy of the harmonic oscillator. We can find out the ground state energy of harmonic oscillator from uncertainty principle. Uncertainty principle. ഒരു ഹാർമോണിക് ഓസിലേറ്റർ, 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതാം. കൈനറ്റിക് എനർജി ഈസ് പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ഞാനൊരു 1 ഡയമെൻഷണൽ സിസ്റ്റം ആണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഡെൽറ്റ ഇ എന്ത് വരും? ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഡെൽറ്റ പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് സ്ക്വയർ. ഓക്കെ, നമുക്കറിയാം ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 ആണ്. ഓർ നമുക്ക് കുറച്ചും കൂടിയും അത്ര പ്രിസൈസ് ആയിട്ട് എഴുതേണ്ട, എച്ച് ക്രോസ് എന്ന് എഴുതിയാൽ മതി. And you take delta x as a, then delta p is greater than or equal to h cross by a. A എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ ഇ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m a സ്ക്വയർ പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ.
സോ അൺസർട്ടൻറ്റി ഇൻ എനർജി വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദിസ് ക്വാണ്ടിറ്റി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൽ അൺസർട്ടൻറ്റി മിനിമൈസ് ചെയ്യണമെങ്കിൽ മിനിമൈസിങ് ദ അൺസർട്ടൻറ്റി d by d, minimizing the uncertainty, d by dA of delta E is equal to 0. So d by dA of h cross square divided by 2m a square plus half m omega square a square, where you put a is equal to a0, that is equal to 0 എന്ന് കൊടുക്കും. a എന്ന് പറയുന്നത് അപ്പോൾ a0 കൊടുക്കും. ഓക്കെ, അപ്പോൾ h cross square divided by 2m into minus 2a raised to minus 3 plus half m omega square into 2a at a is equal to a0 is equal to 0. So minus h cross square divided by m a cube plus m omega square a at a is equal to a0 is equal to 0. എന്തായി? minus h cross square divided by m a0 cube plus m omega square a0 is equal to 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. m omega square a0 is equal to h cross square divided by m a0 cube. So a0 raised to 4 is equal to h cross square divided by m square omega square. So a0 square is equal to h cross divided by m omega a0 square. അപ്പോൾ നമുക്കിനി ഡെൽറ്റ ഇ മിനിമം കണ്ടുപിടിക്കാം. മിനിമം ഡെൽറ്റ ഇ എഴുതുമ്പോൾ എന്തെഴുതണം? ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എക്ക് a0 എന്ന് കൊടുക്കുക, a0 സ്ക്വയർ പ്ലസ് ഹാഫ് m ഒമേഗ സ്ക്വയർ a0 സ്ക്വയർ. ഈ a0 സ്ക്വയറിന് എച്ച് ക്രോസ് ബൈ m ഒമേഗ കൊടുക്കുക. സോ എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു h cross divided by m omega plus half m omega square into h cross divided by m omega. അപ്പോൾ എന്താ? ഈ എമ്മും വെട്ടിപ്പോയി, h ക്രോസും വെട്ടിപ്പോയി. ഇവിടെ ഒമേഗയും വെട്ടിപ്പോയി, എമ്മും വെട്ടിപ്പോയി. സോ h cross omega by 2 plus h cross omega by 2, that is equal to h cross omega എന്ന് എഴുതാം. So delta E minimum will be h cross omega. അപ്പോൾ അൺസർട്ടൻറ്റി ഇൻ എനർജി, മിനിമം അൺസർട്ടൻറ്റി എന്ന് പറയുന്നത് ഓഫ് ദ ഓർഡർ ഓഫ് minimum uncertainty must be of the order of ground state energy. So ground state energy has of the order of ground state energy E0 has of the order of h cross omega എന്ന് വരും. ക്വാണ്ടം മെക്കാനിക്സിന് നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക ഹാഫ് എച്ച് ക്രോസ് ഒമേഗ എന്നാണ്. നമ്മളിവിടെ എച്ച് ക്രോസ് ബൈ 2 എടുക്കാത്തത് കൊണ്ടാണ് ഒരു പ്രിസൈസ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ നടത്താത്തത് കൊണ്ടാണ് ഈ എച്ച് ക്രോസ് ഒമേഗ എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് ഓഫ് ദ ഓർഡർ ഓഫ് എച്ച് ക്രോസ് ഒമേഗ എന്ന് നമുക്ക് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൽ നിന്ന് ഡെറൈവ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, താങ്ക് യു. ഇതാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന നമ്മുടെ സിലബസിലുള്ള പുതിയൊരു ചാപ്റ്ററുമായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.